ഹായ് ഫ്രണ്ട്സ്, ഞാൻ അലക്സ് ചാലക്കൻ, ഡയറക്ടർ ബ്ലസ് അക്കാഡമി കോട്ടയം, തിരുവല്ല, ചേർത്തല ആൻഡ് ബ്ലിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഷാർജ. ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ ഈ വീഡിയോ ചെയ്യുന്നത് എംഒഎച്ചിൽ വന്നേക്കുന്നത്, അതായത് ഷാർജ എംഒഎച്ച്, നാട്ടിൽ നിന്ന് പറയുമ്പോൾ ഷാർജ എംഒഎച്ച്, യുഎയുടെ എംഒഎച്ച് എക്സാമിൽ വന്നേക്കുന്ന കുറച്ച് മാറ്റങ്ങളെക്കുറിച്ച്, അപ്ഡേഷനെക്കുറിച്ച് നിങ്ങളുമായിട്ട് വിവരങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം തന്നെ ഒരു ഓൾഡ് കാൻഡിഡേറ്റ് ഹസ്ബൻഡ് എന്നെ വിളിച്ചു. മൂന്നാമത്തെ പ്രാവശ്യം ലൈസൻസ് റിന്യൂ ചെയ്യാൻ വേണ്ടിയാണ്. എന്തിനാന്ന് വെച്ചാൽ ലൈസൻസ് റിന്യൂ ചെയ്യുമ്പം ഞാൻ പറയും, എൻ്റെ സഹോദരൻ ഇതുപോലെ കുറച്ച് അപ്ഡേഷൻ വന്നിട്ടുണ്ട്, സൈറ്റ് ആകെ മാറിയിട്ടുണ്ട്. അപ്പം പുള്ളി പറയാം, അയ്യോ അതെന്താ ഇപ്പം എന്നെ സാറിനെ എപ്പോൾ വിളിച്ചാലും സൈറ്റ് ചേഞ്ചാണ്. അത് ശരിയാണ്. ഇപ്പോൾ ഇത് നാലാമത്തെ പ്രാവശ്യമാണ് സൈറ്റ് മെയിൻ്റെനൻസും കാര്യങ്ങളായിട്ട് മൊത്തത്തിൽ അപ്ഡേഷൻ വരുന്നത്. അപ്പോൾ സൈറ്റ് എൻ്റയർലി അങ്ങ് ചേഞ്ച് ആകുക. അപ്പോൾ ഇപ്പോൾ വന്നേക്കുന്ന ഒരു 2-3 മാസമായിട്ട് സൈറ്റ് ചേഞ്ച് ആയിട്ടുണ്ട്. പുതിയ സൈറ്റുകളും കാര്യങ്ങളൊക്കെയാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ലൈസൻസ് റിന്യൂ ചെയ്യാൻ, അതുപോലെ ഗുഡ് സ്റ്റാൻഡിംഗ് ഒക്കെ എടുക്കാൻ വേണ്ടി ചെയ്യുന്ന സമയത്ത് നമ്മൾ യുഎഇ പാസുമായിട്ട് അപ്ഡേറ്റ് ലിങ്ക് ചെയ്യാത്ത അക്കൗണ്ടാണ് നമ്മൾ നിലവിൽ ഈ 2 മാസം മുമ്പ് വരെയുള്ള എല്ലാവരുടെയും. അതായത് നമ്മൾ ഓൾറെഡി ഏതെങ്കിലും ക്ലിനിക്കിലോ ഹോസ്പിറ്റലിലോ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അവർ യുഎഇ പാസ്വേഡ് നമ്മുടെ വിസയുടെ പർപ്പസിന് വേണ്ടി, റെസിഡൻസിയുടെ പർപ്പസിന് വേണ്ടി നമ്മൾ ലിങ്ക് ചെയ്തിട്ടുണ്ട്. യുഎഇ പാസ് എല്ലാവരുടെയും മൊബൈലുണ്ട്, അത് നമ്മൾ ലിങ്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ എംഒഎച്ചിൻ്റെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഈ ലൈസൻസ് റിന്യൂവൽ, അതുപോലെ ഗുഡ് സ്റ്റാൻഡിംഗ് എടുക്കുക, ലൈസൻസ് ട്രാൻസ്ഫർ, ഇതിനൊക്കെ ചെയ്യുമ്പോഴത്തേനും നമ്മൾ എംഒഎച്ചിൽ ലിങ്ക് ചെയ്തിട്ടില്ല. അതായത് രജിസ്റ്റേർഡ്, നമ്മുടെ ഏത് എക്സാം എഴുതിയപ്പോൾ ഏത് മെയിൽ ഐ ഡിയാണ് നിങ്ങളുടെ അന്ന് രജിസ്റ്റർ ചെയ്തേക്കുന്നത്, അതായത് ഈ ഏജൻസികൾ നമ്മളെപ്പോലെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഏത് മെയിൽ ഐ ഡി വെച്ചാണ് എംഒഎച്ചിൽ രജിസ്റ്റർ ചെയ്തേക്കുന്നത്, ആ മെയിൽ ഐ ഡി തന്നെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നിലവിൽ ഈ എംഒഎച്ചുമായിട്ട് നമ്മുടെ അക്കൗണ്ട് ലിങ്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം എല്ലാ ഡേറ്റകളും ഇപ്പം കണക്റ്റഡ് ആണ്. അപ്പം നേരത്തെ എന്ന് പറഞ്ഞാൽ എല്ലാം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. അത് കഴിഞ്ഞ് ഡേറ്റ ഫ്ലോ വന്നു. ഡേറ്റ ഫ്ലോ എക്സാം കഴിഞ്ഞിട്ട് അവർ സെപ്പറേറ്റ് മെയിൽ അയച്ചു കൊടുക്കുന്നു. അതെല്ലാം കഴിഞ്ഞ് ഓരോ അപ്ഡേഷനും ഓരോ സമയത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പറയാൻ പറ്റത്തില്ല. പുതിയ അപ്ഡേഷൻ നിലവിൽ വരുമ്പോഴത്തേനും അവർ അപ്ഡേറ്റ് ചെയ്യുകയാണ്. ഇപ്പോഴും എന്ന് പറഞ്ഞാൽ പഴയ ഡേറ്റ ഫ്ലോ റിപ്പോർട്ടുകൾ എല്ലാം നമ്മുടെ യുഎഇയുടെ എംഒഎച്ച് ആയിട്ട് ലിങ്ക് ചെയ്തിരിക്കുകയാണ്, യുഎഇ പാസുമായിട്ട്. അപ്പോൾ ഏത് വേണമെന്നുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ആക്സസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് DHAക്കാർക്കാണെങ്കിലും എംഒഎച്ചുകാർക്കാണെങ്കിലും ഇത് ആക്സസ് ചെയ്യാം. നമ്മുടെ ഫുൾ ഡേറ്റകൾ ഇപ്പോൾ വരുവാണ്. എവിടെയൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു, എത്ര നാളുണ്ടായിരുന്നു, ഇതെല്ലാം. മറ്റേതെന്ന് പറഞ്ഞാൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അയച്ചു കൊടുത്തെങ്കിൽ മാത്രമേ സംഭവിക്കത്തുള്ളൂ. ഇപ്പോൾ അതല്ല, ഇപ്പോൾ അപ്ഡേഷൻ കുറേ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞു വരുന്നത്, ഇതുപോലെ ഈ യുഎഇ പാസുമായിട്ട് നമ്മുടെ ഈ പഴയ എക്സാം എഴുതിയ ID, അതായത് മെയിൽ ID ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ടുള്ള എല്ലാ കാര്യത്തിനും നമുക്ക് സാധ്യമാകത്തുള്ളൂ. അതായത് ലൈസൻസ് റിന്യൂവൽ, പിന്നെ ഇതുപോലെ ഗുഡ് സ്റ്റാൻഡിംഗ് എടുക്കാനുള്ള. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒന്നുകിൽ നിങ്ങൾക്ക് മിക്കവാർക്കും ആൾക്കാർക്ക് ഇതുപോലെ നേരത്തെ നമ്മൾ എക്സാം കഴിഞ്ഞ് അവർക്ക് എന്താണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഈ മെയിൽ ID കൊടുക്കും, പാസ്വേഡ് കൊടുക്കും, അതുപോലെ എംഒഎച്ചിൻ്റെ ID ഉണ്ട്, പാസ്വേഡ് കൊടുക്കും, ഇത് കൊടുക്കും. പക്ഷേ ഈ മെയിൽ IDയുടെയും പാസ്വേഡിൻ്റെ ആവശ്യം അവർക്ക് ഒരിക്കലും ഉണ്ടാകുന്നില്ല. ഓക്കെ, പിന്നെ എന്ത് ആവശ്യമുണ്ടെന്ന് വെച്ചാൽ ലൈസൻസ് ആക്ടിവേഷന് വേണ്ടി നമ്മൾ എന്താണ് കൊടുക്കുന്നത്, യുഎഇയുടെ എംഒഎച്ച് എക്സാം ഉണ്ട്, അതിൻ്റെ IDയും പാസ്വേഡുമാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇതും കൊണ്ട് നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ വരുന്നത്. മെയിൽ IDയുടെ ആവശ്യം അവർക്ക് വന്നിട്ടില്ല, നമ്മൾ കൊടുക്കും, പക്ഷേ അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ അതുപോലെ കാര്യങ്ങൾ നടക്കത്തില്ല. ഇപ്പോൾ ആ മെയിൽ ID നമ്മുടെ മൊബൈലിൽ നമ്മൾ യുഎഇ പാസ് ഡൗൺലോഡ് ചെയ്തിട്ട് ആ എംഒഎച്ച് എക്സാം എഴുതിയ മെയിൽ ID നമ്മുടെ ഈ മൊബൈൽ യുഎഇ പാസ്വേഡ് ലിങ്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മൾ ഇത് എംഒഎച്ചിൽ കണക്റ്റഡ് ആകത്തുള്ളൂ. സാധാരണഗതിയിൽ ഇവിടെ വിസയിൽ നിൽക്കുന്ന നേഴ്സുമാർ, എല്ലാ നേഴ്സുമാർക്കും യുഎഇ പാസ് ഉണ്ട്. പക്ഷേങ്കിൽ അവർ സ്വന്തമായിട്ട്, അതായത് ഉള്ള മെയിൽ ID, അത് പേഴ്സണൽ ഇമെയിൽ ID ആണ് അവർ ഈ യുഎഇ പാസിന് വേണ്ടി കൊടുത്തേക്കുന്നത്. അവർക്കറിയത്തില്ലായിരുന്നു, അതിൻ്റെ ആവശ്യം വന്നില്ല. എനിക്കുണ്ട് ഇത് നോൺ പ്രൊഫഷണൽ, ഇതുപോലെ നേഴ്സസ്മാർക്കും ഡോക്ടർമാർക്കും അല്ലാത്ത എല്ലാവർക്കും യുഎഇ പാസ് ഉണ്ട്. പക്ഷേ അവർക്കും സ്വന്തം പേഴ്സണലായിട്ടുള്ള മെയിൽ ID ആണ് കൊടുക്കുന്നത്. പക്ഷേ ആ മെയിൽ IDയും കൊണ്ട് പോയാൽ അത് നമ്മൾ സെർച്ച് ചെയ്യുമ്പോഴത്തേനും എംറ്റി ആണ്. ഒന്നും അവരുടെ ഡീറ്റെയിൽ എംഒഎച്ചിൽ മിനിസ്ട്രി ഓഫ് ഹെൽത്തിൻ്റെ ഡീറ്റെയിൽ ഒന്നും അവർക്ക് കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ എന്ത് ചെയ്യണം? അപ്പോൾ അവർക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. കാര്യങ്ങൾ ലൈസൻസ് റിന്യൂവൽ, അപ്ഡേഷൻ കാര്യങ്ങൾ ഒന്നും അവർക്ക് കിട്ടത്തില്ല. സീറോ ആയിട്ട്, ബ്ലാങ്ക് ആയിട്ട് കിടക്കുക. അപ്പം അങ്ങനെയുള്ള അവസ്ഥയിൽ ഇപ്പം അവർക്ക് ചേഞ്ച് ആവുന്ന അവസ്ഥയിൽ നമ്മളെ അപ്രോച്ച് ചെയ്യുമ്പോഴത്തേന് ഇതുപോലെ എന്താണ് സംഭവം അവർക്കും അറിയത്തില്ല. അപ്പോൾ ഇതിന് കുറേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമ്മളും നിരന്തരമായിട്ട് ഇതിൻ്റെ പുറകിലായിരുന്നു. കാരണം സിസ്റ്റർ അന്ന് ഓരോ കേസിന് വേണ്ടി 2-3 പ്രാവശ്യം മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ ഇവിടെ ദുബായിൽ നമ്മൾ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും അവരുടെ ഭാഗത്തുനിന്ന്, ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗത്തു നിന്നൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഇത് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ നിലവിലുള്ള UAE പാസിൽ നമുക്ക് നമ്മുടെ മെയിൽ ഐ ഡി ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങളുടെ പേഴ്സണൽ മെയിൽ ഐ ഡി കൊടുത്ത് UAE പാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് ഡീറ്റെയിൽ വരുന്നില്ല. അപ്പോൾ എന്ത് വെച്ചാൽ ഈ മെയിൽ ഐ ഡി മാറ്റാനുള്ള ഓപ്ഷൻ നമുക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പഴയ മെയിൽ ഐ ഡി, അതായത് ഞങ്ങൾ തന്നേക്കുന്നത്, അപ്പം നമ്മുടെ ഇവിടെ കാൻഡിഡേറ്റ് ആണെങ്കിൽ നമ്മൾ തരുന്നുണ്ട്. അപ്പോൾ ഈ മെയിൽ ഐ ഡി, എക്സാം എഴുതിയ മെയിൽ ഐ ഡി നിങ്ങൾ ഇവർക്ക് കൊടുക്കണം, ഇതിനകത്ത് കൊടുക്കണം. അങ്ങനെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിനകത്ത് അങ്ങനെ ചേഞ്ച് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഡീറ്റെയിൽ എമോച്ചൽ ഡീറ്റെയിൽ ഡേറ്റാസ് നമുക്ക് ഈ നമ്മുടെ UAE പാസിലോട്ട് കണക്റ്റഡ് ആകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്തെങ്കിൽ കണക്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലെ ഗുഡ് സ്റ്റാൻഡിങ്, റിന്യൂവൽ, ബാക്കി എന്ത് പർപ്പസ് പുതിയൊരു ജോലി കിട്ടിയാലും നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് ഇതുപോലെ എടുക്കാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ മെയിനായിട്ട് അറിയണം. നിങ്ങൾക്ക് ഇപ്പോൾ നേഴ്സുമാരായാലും ഡോക്ടേഴ്സ് ആയാലും ഏത് പ്രൊഫഷണലായാലും മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും നിലവിൽ എവിടെയാണ് പഴയ ഇപ്പം ചില ആൾക്കാർക്കൊന്നും അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. ഇപ്പം ലൈസൻസ് റിന്യൂവൽ ആകുമ്പോഴേ അതിൻ്റെ ആവശ്യം, പ്രൈവറ്റ് ലൈസൻസ് എല്ലാ വർഷവും റിന്യൂ ആകുന്നുണ്ട്. അപ്പോൾ ഈ ലൈസൻസ് റിന്യൂ ആകുമ്പോഴാണ് അതിൻ്റെ ആവശ്യം വരുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ഇപ്പോൾ തന്നെ നിങ്ങളുടെ പഴയ എവിടെയാണ് പഠിച്ചത് അവിടുന്ന് ഉള്ള മെയിൽ ഐ ഡി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കണക്റ്റഡ് ആക്കുക, ലിങ്ക് ചെയ്യിക്കുക. ഓക്കെ, ഇത് ലിങ്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമാകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക. നാളെ നമുക്ക് പുതിയതായിട്ട് ജോയിൻ ചെയ്യുക, അതായത് MOH എക്സാം എഴുതുന്ന ഇതുപോലെ ഹെൽത്ത് പ്രൊഫഷണൽസിന് എങ്ങനെയാണ് അത് ഈ UAE പാസ് ലിങ്ക് ചെയ്ത് നമ്മൾ ആദ്യം തന്നെ, ഇപ്പം നേരത്തെ വർഷങ്ങളായിട്ട് ഇങ്ങനൊരു സംവിധാനം UAE പാസ് ലിങ്ക് ചെയ്യുന്നൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു. അതായത് പുതിയ അപ്ഡേഷനാണ്. അപ്പം ഇപ്പം അതിന് നമ്മൾ പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും ഈ UAE പാസ് അവരവരുടെ മൊബൈലിൽ തന്നെ ലിങ്ക് ചെയ്ത്, അപ്പോൾ നാട്ടിലാണെങ്കിലും അങ്ങനെ ചെയ്താണ് നമ്മൾ വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു അപ്ഡേഷൻ ഞാൻ നാളത്തെ എത്രയും അടുത്തൊരു ദിവസത്തെ വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാം. താങ്ക് യു വെരി മച്ച്. നമ്മുടെ വീഡിയോകളെല്ലാം കാണുക, ഷെയർ ചെയ്യുക. താങ്ക് യു.